പാലോടിക്കുന്നത്. അച്ഛാ, എവിടെന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങിച്ചല്ലേ അച്ഛാ? എന്റെ മോനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഇനി ഇവിടെ കിടത്തിയാൽ അവനെ ഇവിടെ കിടന്നു ഞാനല്ല, നീയാ. ഈ പണം ഇവിടെ വെച്ചുകൊണ്ട് പുറത്തു പോയി കടം മേടിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്ക് വയ്യമ്മേ. എന്റെ മോൻ കരയാണ്. എന്റെ മോന്റെ അസുഖം ഉടനെ ഭേദമാവും. എടി, നിനക്ക് നിന്റെ മോൻ വേണോ? എങ്കിൽ ആ പെട്ടി തുറന്നു. അതിനൊരു പൈസ എടുത്ത് എന്റെ ചേച്ചി എനിക്ക് മാപ്പ് തരില്ല. ഈ കുഞ്ഞിനെങ്ങനെ കിടത്തിയാൽ എനിക്ക് മാപ്പ് തരും അല്ലേ? എന്ത് വന്നാലും ആ പണം എടുക്കാൻ എനിക്ക് ശക്തിയില്ല. എടി, നിനക്ക് ഭ്രാന്താണ്. അതിന് ഞാൻ കൂട്ടിരുന്നാൽ ഈ നാട്ടുകാർ എന്നെ കുറ്റം പറയും. നീ ആ പണം എടുക്കുന്നോ? എനിക്ക് വയ്യ. നിനക്ക് വയ്യ, നിനക്ക് വയ്യ. ഞാൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല അല്ലേ? എന്തൊക്കെയാണ് നടക്കുന്നത് ശങ്കരനായി? നിങ്ങൾ എന്തിനിപ്പോൾ ഇവിടെ വന്നു? ഇവിടെ ആരുടെയും സഹായം ആവശ്യമുണ്ട്. 3 ജീവികൾ ഇവിടെയുണ്ട്. അത് 3 ഇവിടെ കഴിഞ്ഞു ചാവും. ആ സമയത്ത് ഈ വീടിന് തീ കൊളുത്തി സമാധാനം നടത്താൻ നിങ്ങൾ എത്തിയാൽ മതിയാവും. ശങ്കരനായരെ, നിങ്ങളൊന്ന് സമാധാനപ്പെടും. എടി പെണ്ണെ, നീ ഈ കുഞ്ഞിനെ കൊല്ലും. ആ സാറ് നിന്നോടുള്ള സ്നേഹം കൊണ്ട് നന്നായിരിക്കാൻ വേണ്ടി കൊടുത്തയച്ചതല്ലേ? ആരായാലും ഇത്തരം വാശി പാടില്ല. ഈശ്വര, അങ്ങ് എന്നെ ഇതിന്റെ നടുവിൽ പിടിച്ചിട്ടല്ലോ. ശരി, ഇതിനൊരു പോംവഴി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനൊരു പൈസ എടുത്ത് ഞാൻ തോറ്റുപോകും. ഇവിടെ നിൽക്കും, ഞാൻ വേഗം പറയാം. സ്വർഗം തന്നെ. എന്നിട്ടെന്താ, ഇവിടെ ഉള്ളവര് നരകത്തിൽ. ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്നതാണ്. വരൂ, ഇരിക്കൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വന്നേ, ഇരുന്നട്ടെ. എന്താ വിശേഷം? അവിടെ ആകെ കുഴപ്പത്തിലാണ് സാർ. സാറ് വന്ന് രാധയുടെ കയ്യിൽ നിന്ന് ആ പണം അങ്ങോട്ട് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരും. ഇതുവരെ അവൾ ആ പണം തൊട്ടിട്ടില്ല. അവളുടെ കുഞ്ഞാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടക്കുന്നു. ടൗണിൽ കൊണ്ടുപോയി ചികിത്സിപ്പിച്ചാൽ ഭേദപ്പെടേണ്ടതാണ്. അതവിടെ ഉള്ളതുകൊണ്ട് കടമായിട്ട് പോലും ആരും ഒരു പൈസയും കൊടുക്കുന്നില്ല. സാറേ, പലപ്പോഴും ആ പണം ഇവിടെ കൊണ്ട് തരണമെന്ന് അവൾ എന്നെ നിർബന്ധിച്ചതാണ്. സാർ എന്നോട് ആ പണം വാങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. അതുകൊണ്ട് സാറ് തന്നെ വന്ന് ആ പണം ഇങ്ങോട്ട് വാങ്ങിക്കണം. അവളുടെ മനസ്സിന് ഇതുവരെ ഒരു മാറ്റവുമില്ലല്ലേ? സാർ, ആ പെണ്ണിനെ അങ്ങ് മറന്നേക്ക്. അവൾ അത്രയ്ക്ക് വാശിയില്ല. അവളിപ്പോ എന്റെ മകനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചിരിക്കുകയല്ലേ. എന്താ? അമ്മ പറഞ്ഞില്ലേ? അമ്മയോ? അന്ന് അമ്മയും കൃഷ്ണൻകുട്ടി കൂടി അവിടെ വന്നപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടാണല്ലോ പോന്നത്. ഇല്ല മോനെ, പ്രസാദം. അമ്മ ഗോകുലത്തെ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണോ വരുന്നത്? ഇനിയും നീ വേദനിക്കുന്നത് കാണാൻ കരുത്തില്ലാത്തത് കൊണ്ടാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്റെ മോൻ അമ്മയോട് ക്ഷമിക്ക. വേദന ഒരു കളവ് കൊണ്ട് എന്റെ വേദന മാറ്റാനാവില്ലമ്മേ. കഴിയുമെങ്കിൽ ഇനിയും എല്ലാരും കൂടി എന്നെ വേദനിപ്പിച്ചുകൊള്ളു. മാച്ചറെ, ഞാനും വരുന്നു, നമുക്ക് പോകാം. ഈ സ്ഥിതിക്ക് ഇനി അവിടെ പോയിട്ട് എന്താണ് ഒരു കാര്യം? കുറച്ചുകൂടി വേദനിക്കാൻ വേണ്ടി. മോനെ ചന്ദ്ര,
മോനെ മോനെ പാല് കുടിക്കും മോനെ എന്താ മോനെ 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 രാജ ഇനി കുട്ടി ആലോചിക്കണി ഇനി ചാവുന്നവരെ നീ ആലോചിക്കും കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ നിനക്ക് നീ ആലോചിക്കേണ്ടി വരില്ല ചേച്ചി എടുക്കുവച്ചാ എന്റെ മോനെ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം അങ്ങനെ എന്റെ മോക്ക് നല്ല ബുദ്ധി തോന്നട്ടെ ഞാനിത് എന്ത് ചെയ്യച്ചാ ഞാൻ എന്റെ മോനെയും കൊണ്ട് അവിടെ പോവച്ചാ അയ്യോ ഇനിയും വൈകിയിരുന്നെങ്കിൽ വളരെ അബദ്ധമാവുമായിരുന്നു അല്പം വെള്ളം തിളപ്പിച്ചുകൊണ്ടുവരും ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കാം മോളെ വേണ്ട സാറേ ഡോക്ടർ പോയി സാർ രാജൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്, പേടിക്കാനൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആരാണ് ഡോക്ടറെ അയച്ചതെന്ന് രാധ ചോദിച്ചില്ലേ? ഇല്ല സാർ, അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഞാൻ കൂടെ വരാതിരുന്നത് നന്നായി അല്ലേ? വന്നിരുന്നെങ്കിൽ സാറേ, അന്ന് ഞാൻ ആ പണവും വാങ്ങി സാറിന്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. സാറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത് വലിയ തെറ്റായിപ്പോയി. ഇല്ല, ഒരിക്കലും തെറ്റാവുകയില്ല. ഞാൻ വന്നത് എന്തിനാണെന്ന് വാച്ചർക്കറിയില്ലേ? വേദനിക്കാൻ വേണ്ടിയാണ്. ഒരു പണക്കാരന്റെ മകനായി പിറന്ന പാപിയാണ് ഞാൻ. ആ പാപത്തിന്റെ ശിക്ഷ വേദന കൊണ്ടേ തീരുകയുള്ളൂ. വാച്ചർ പൊയ്ക്കുള്ളൂ. വീണ്ടും വന്നോ? ആ പെണ്ണിന് സൂര്യൻ കൊടുക്കില്ല അല്ലേ? കടന്നു പോകുമ്പോഴത്തെ പോകാനാണ് പറഞ്ഞത്. ഞാനിവിടെ ഉള്ളപ്പോൾ ആഗ്രഹം നിങ്ങൾക്ക് നടക്കില്ല. പണക്കാരാണ് പോലും പണക്കാർ. അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ വിഷമുടി ഇവരെ പിടിച്ച് പുറത്താക്കും. വിടാവനൊന്ന് പുറത്തെത്തിക്കോട്ടെ. വിടാവന്ന് കാണിച്ചവന്നെ ഞാനുണ്ട് കെട്ടിയെട്ടിക്കും. അവളെ നിങ്ങൾക്ക് കിട്ടില്ല. അവളെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അങ്ങനൊന്നും വായിച്ചു പിടിക്കണ്ട. ഞങ്ങൾ വന്നത് കൊണ്ടുപോകാനാ, കൊണ്ടുപോവുക തന്നെ ചെയ്യും. പോടാ, അപ്പൊ ഭ്രാന്തുണ്ടെങ്കിൽ തലയെ കിടക്കണം. ഒന്ന് പോയട്ടെ. അവളെ കൊണ്ടുപോകുമ്പോ എന്റെ ശവം വഴിയിൽ കിടക്കും. ആദ്യം ഞങ്ങൾ മാറ്റി കിടത്തിട്ട് ഞങ്ങൾ പൊക്കോളാം.